ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫോറക്സ് ബ്രോക്കറെ കുറിച്ചാണ്. എക്സം ബ്രോക്കർ നിങ്ങൾ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നതിനായിരിക്കും. പല ആളുകളും ഇതിനെക്കുറിച്ച് വീഡിയോ ഇടാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് നമുക്ക് ഏതെല്ലാം അക്കൗണ്ടുകളാണുള്ളത്, എങ്ങനെ ഇതിൻ്റെ സ്പ്രെഡും കാര്യങ്ങളൊക്കെ വരുന്നത്, അതുപോലെ തന്നെ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ റിസർച്ച് നടത്തിയതിന് ശേഷം ഏത് ഫോറക്സ് ബ്രോക്കർ ആണെങ്കിലും ഇന്ത്യയിൽ ഫോറക്സ് ബ്രോക്കേഴ്സിന് റെഗുലേറ്റഡ് അല്ല. നമ്മൾ RBI അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ബ്രോക്കേഴ്സിനെ പോലെ ഒരു ബ്രോക്കറും റെഗുലേറ്റഡ് അല്ല ഇന്ത്യയിൽ. അപ്പോൾ പുറത്തെ റെഗുലേഷൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ UPI വഴി ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും, വിഡ്രോ ചെയ്യാനും പറ്റും. എപ്പോഴും സേഫായിട്ടുള്ള മാർഗ്ഗം നമ്മുടെ ഫോറക്സ് ട്രേഡിങ് ചെയ്യുമ്പോൾ എപ്പോഴും USDT വഴി അല്ലെങ്കിൽ ക്രിപ്റ്റോ വഴി ഡെപ്പോസിറ്റും വിഡ്രോവലും എടുക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് ഇതിനോടുകൂടി പറയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ ബോട്ടൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബോട്ടിൻ്റെ ടെസ്റ്റ് ഫയലും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോയും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ബോട്ട്, അതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റെഫറൽ കോഡ് ATZ123 എന്ന് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം എനിക്ക് വാട്സപ്പിൽ ഈ കാണുന്ന വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഫയൽ അയച്ചു തരുന്നതാണ്, ഈ ഒരു ബോട്ടിൻ്റെ ഫയൽ. അതുപോലെ തന്നെ നമ്മൾ ലൈവായിട്ട് കണക്ട് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത് ഈ ഒരു ബോട്ട്. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെൻഡ് അക്കൗണ്ടിൽ കണക്ട് ചെയ്യുന്നതാണ്. ഏത് ബോട്ടാണെങ്കിലും സെൻഡ് അക്കൗണ്ടിൽ കണക്ട് ചെയ്യണം, ഒന്നുകൂടി നന്നാവുക. ഓക്കെ, അപ്പോൾ ഇതിലും നിങ്ങൾക്ക് മൈക്രോ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് എക്സാമിലും മൈക്രോ അക്കൗണ്ട് ഉണ്ട്, അതിൽ യൂസ് ചെയ്തിട്ട് അതിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏകദേശം 15 വർഷത്തെ എക്സ്പീരിയൻസ് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കോപ്പി ട്രേഡിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ വീക്കിലി കോമ്പറ്റീഷനാണ്. വീക്കിലി കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഏകദേശം 25,000 ക്യാഷ് ഈ ഒരു ഡോളർ നിങ്ങൾക്ക് നേടാനുള്ള അവസരമാണ് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെമോ അക്കൗണ്ട് ആയിരിക്കും അവർ തരിക. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീക്കിലി അതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആൾക്ക് $25,000 ക്യാഷ് പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി ആയിട്ടുള്ള കൊടുക്കുന്നുണ്ട്. അതിന് ജോയിനിങ് ഫീ ഉണ്ട്, എൻട്രി ഫീ $5 ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ കോമ്പറ്റീഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അക്കൗണ്ട് ടൈപ്പ് വരുന്നത് 3 അക്കൗണ്ട് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ അൾട്രാ ലോ അക്കൗണ്ട് വരുന്നുണ്ട്, പിന്നെ ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് മിനിമം ഡെപ്പോസിറ്റ് $10,000 ആണ്. മറ്റ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടും അതുപോലെ തന്നെ അൾട്രാ ലോ അക്കൗണ്ടും വരുന്നത് മിനിമം ഡെപ്പോസിറ്റ് $5 നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ സ്പ്രെഡ് കൂടുതലായിരിക്കും, അൾട്രാ ലോ അക്കൗണ്ടിലാണെങ്കിൽ സ്പ്രെഡ് കുറവായിരിക്കും. പിന്നെ എന്നാൽ നമുക്ക് ബോണസ് എലിജിബിലിറ്റി ഈ ഒരു എക്സാമിൽ നിങ്ങൾ $100 ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് ബോണസ് ലഭിക്കുന്നതാണ്. ട്രേഡിംഗ് ബോണസാണ് ലഭിക്കുക. അതിൽ നിങ്ങൾക്ക് $100 കഴിഞ്ഞാൽ $100 നിങ്ങൾക്ക് ബോണസ് ലഭിക്കും. അതുപോലെ ഈ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ മൈക്രോ അക്കൗണ്ട് ഓപ്ഷൻസ് ഉണ്ട്. മൈക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻഡ് അക്കൗണ്ട് ആണ് മൈക്രോ അക്കൗണ്ട് ആയിട്ട് വരുന്നത്. ആ മൈക്രോ അക്കൗണ്ട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബോട്ടും മറ്റ് കണക്റ്റൊക്കെ ചെയ്യാൻ വളരെ നമുക്ക് യൂസ് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ട് നിങ്ങൾ ബോട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൈക്രോ അക്കൗണ്ട് ഓപ്ഷനൊക്കെ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. USD അക്കൗണ്ട് ഒന്നുകൂടി നിങ്ങൾക്ക് കൂടുതൽ നമുക്ക് ക്യാപിറ്റൽ ഉള്ളവർക്കാണ് USD അക്കൗണ്ട് ആപ്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ ബോട്ടൊക്കെ ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ സ്കാൽപ്പിംഗ് ബോട്ടൊക്കെ നമുക്ക് ഗ്രിഡ് ട്രേഡിംഗ് കൂടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് വരുന്നതെന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ വരുന്ന മാക്സിമം ലിവറേജ് ഓപ്ഷന് 1,000 വരുന്നുണ്ട്. പിന്നെ മൈക്രോ അക്കൗണ്ടും ബോണസ് എലിജിബിലിറ്റി ഇതിലുണ്ട്. സ്വാപ്പ് ഫ്രീ ആണ്, ഇതിലില്ല. സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ സ്വാപ്പ് ഫ്രീ അല്ല, കമ്മീഷൻ ബേസ്ഡ് ആണ്, കമ്മീഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ അൾട്രാ ലോ അക്കൗണ്ടിൽ വരികയാണെങ്കിൽ മിനിമം ഡെപ്പോസിറ്റ് $5 തന്നെയാണ്. ബോണസ് എലിജിബിലിറ്റി അതിനുണ്ടായിരിക്കുന്നതല്ല. മൈക്രോ അക്കൗണ്ട് ഓപ്ഷനും ഈ ഒരു അൾട്രാ ലോ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ മാക്സിമം ലിവറേജ് വരുന്നത് സെയിം തന്നെയാണ്. ബാക്കി പിന്നെ ഈ ഒരു അക്കൗണ്ട് അൾട്രാ ലോ അക്കൗണ്ട് എന്ന് പറഞ്ഞത് സ്വാപ്പ് ഫ്രീ അക്കൗണ്ടാണ് എന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അതിന് ഈ ഒരു സ്പ്രെഡും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഈ ഒരു അൾട്രാ ലോ അക്കൗണ്ടിൽ. പിന്നെ ഷെയർസ് അക്കൗണ്ടാണ്, അത് നമ്മൾ നോക്കേണ്ട കാരണം എന്ന് വെച്ചാൽ അത് ഡെപ്പോസിറ്റ് $10,000 മുകളിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക്
അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഇങ്ങനെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരിക. അതിനുശേഷം ഇന്ത്യ കൺട്രി പ്രസിഡൻസ് നിങ്ങൾ എവിടെയാണോ ആ ഒരു കൺട്രി കൊടുക്കുക. ഇന്ത്യയാണ് ഇന്ത്യ കൊടുക്കുക. പിന്നെ ഇമെയിൽ ID നമ്മൾ കൊടുക്കുക. ഇമെയിൽ ID പിന്നെ പാസ്വേഡും കൊടുക്കുക. പിന്നെ പാർട്ട്ണർ കോഡ് നിങ്ങൾ എൻ്റെ റെഫറിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് A to Z 123 എന്ന റെഫറൽ കോഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കാൻ മറക്കരുത്. നമുക്ക് ഇമെയിൽ ID പാസ്വേഡും കൊടുത്തു നോക്കാം. ഇമെയിൽ ID പാസ്വേഡും കൊടുക്കുമ്പോൾ നമ്മൾ 10 to 15 ക്യാരക്ടറാണ് ബെറ്റർ. അതുപോലെ വൺ നമ്പർ, അതുപോലെ 1 ഇംഗ്ലീഷ് ലോവർ ആൻഡ് അപ്പർ കേസും പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂടി വേണം. അതിനുശേഷം കൺസെൻറ്റ് റിസീവ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്റ്റർ കൊടുക്കുക. യെസ്, ഈ നമ്മുടെ ഇമെയിൽ ചെക്ക് ചെയ്യുക. ഇമെയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും ഈ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ആ ഇമെയിലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരിക. അതിൽ ആക്സെപ്റ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൊബൈൽ വഴിയും മൊബൈൽ ആപ്പ് വഴിയും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിൽ നിങ്ങളിത് കൊടുത്താൽ മതി. നിങ്ങൾ ആ റെഫറൽ കോഡ് കൊടുത്താൽ മതി എൻ്റെ റെഫറിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ. അതിനുശേഷം നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് ഓരോ ചാർട്ടുകളൊക്കെ നമ്മൾ XNSൻ്റെ ആ ഒരു ഇൻ്റർഫേസ് തന്നെ ഇതിൽ വരുന്നത്. അതിൽ നമുക്ക് ഇവിടെ ഫിനിഷ് സെറ്റിംഗ് അപ്പ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ കംപ്ലീറ്റ് കൊടുക്കുക. കംപ്ലീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെരിഫൈ യുവർ ഫോൺ നമ്പർ കൊടുക്കേണ്ടത്. ഫോൺ നമ്പർ നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പർ കൊടുക്കുക. അതിൽ വെരിഫിക്കേഷൻ കോഡ് വരും. ആ കോഡ് നമ്മൾ അടച്ചു കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ആ ഒരു ID-യിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരു ID ആവണം. അപ്പോൾ ഫസ്റ്റ് നെയിം, മിഡിൽ ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുക. യെസ് കൊടുക്കുക. ഇവിടെ ആഡ് യുവർ ഇൻവെസ്റ്റർ ഡീറ്റെയിൽസ് യെസ് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം വെരിഫൈ യുവർ ഐഡൻറ്റിറ്റിയാണ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ID കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു സെൽഫി എടുക്കും ആ ഒരു കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഡെപ്പോസിറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് മാത്രം ശേഷം ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വേണമെങ്കിൽ ഇനി ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ റിയൽ അക്കൗണ്ടിന് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് റിയൽ അക്കൗണ്ട് 3 ടൈപ്പ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ മൈക്രോ അക്കൗണ്ട്, അൾട്രലോ സ്റ്റാൻഡേർഡ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെരിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ചെയ്യാണ്ട് ആ ഒരു വെരിഫിക്കേഷൻ്റെ ആർക്കെങ്കിലും XML നമ്മുടെ ബോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. ഓക്കെ, മറ്റൊരു കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.